ഇപ്പൊ സമയം 4 മണിയായിട്ടുണ്ട്. ഞങ്ങളിത് ഇറങ്ങുകയാണ് കല്യാണത്തിന് ഗുരുവായൂർക്ക്. ബാക്കി എല്ലാരും അവിടെ കിടന്നുറങ്ങുക. നമ്മുടെ ബാഗൊക്കെ ഇല്ലേ. ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാലക്കാടുള്ള കല്യാണത്തല എന്നത്തെ വിശേഷവും ഹോം സ്റ്റേയുടെ വിശേഷമൊക്കെ ആയിട്ട് കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ അതേ നമ്മുടെ കല്യാണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ അതേ കാലത്ത് തന്നെ ഞങ്ങളൊരു 3 മണിക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4 മണിയായിട്ടാണ് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ പക്ഷേ കറക്റ്റ് സമയത്തായിരുന്നു. മറ്റേ കല്യാണ പാർട്ടിക്കാരൊക്കെ നേരത്തെ എത്തി അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് എത്തിയപ്പോഴേക്കും നമ്മുടെ താലിക്കെട്ട് തുടങ്ങാനുള്ള ടോക്കനൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ അകത്തേക്ക് പോയില്ല. നമ്മുടെ ഗുരുവായൂർ അന്നത്തെ ദിവസം 100-200 കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചെക്കൻ്റെ പാർട്ടിയിലും പെണ്ണിൻ്റെ പാർട്ടിയിലും ഒക്കെ 10 പേരെ വീതമാണ് അവിടെ അകത്തേക്ക് നമ്മൾ താലി കെട്ടണ അടുത്തേക്ക് വിടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ പുറത്ത് നിന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവരൊക്കെ കയറി താലി കെട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നാല് മണ്ഡപങ്ങളിലായിട്ടാണ് കേട്ടോ അവിടെ താലികെട്ട് കിടക്കുന്നത്. അപ്പോൾ 250 കല്യാണങ്ങളുണ്ടായ കാരണം ഞങ്ങൾ ടോക്കൺ കിട്ടിയത് കാലത്തൊരു 5 മണിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം തിരക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോരാറായപ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് തന്നെ കിട്ടിയ കാരണം കുറച്ച് തിരക്ക് കുറവായിരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ താലികെട്ടൽ ചടങ്ങും ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡ് ഏർപ്പാടാക്കിയിരിക്കണത് നമ്മുടെ കൃഷ്ണ ഇന്നിലാണ് കേട്ടോ. ഗുരുവായൂർ തൊട്ടടുത്ത് തന്നെയുള്ള കൃഷ്ണ ഇന്നിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏർപ്പാടാക്കി ഉണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അവിടെ വേറൊരു കല്യാണം കൂടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കല്യാണത്തിൻ്റെ ഡെക്കറേഷൻ അടിപൊളി ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ. നമുക്കുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പാലക്കാട്ടേക്കാണ് കേട്ടോ വിട്ടത്. അപ്പോൾ വേറൊരു കല്യാണത്തിൻ്റെ ഡെക്കറേഷൻ കേട്ടോ. അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെക്കറേഷനൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോഴാണ് നമ്മുടെ കണ്ണിലൊരു കാര്യം കണ്ടത് കേട്ടോ. ലേഡീസ് പ്ലീസ് ടേക്ക് 1. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവിനൊക്കെ എപ്പോഴും ഭയങ്കര വിലയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ മുല്ലപ്പൂവൊന്നും ചൂടാണ്ട് പോകും. നമ്മൾ കല്യാണത്തിന് ഇങ്ങനെ വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു കൊട്ടയിൽ നിറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞെടുത്തോളം പറയുമ്പോൾ നമുക്ക് കിട്ടണ ഒരു സന്തോഷം അല്ലേ. നല്ലൊരു ആചാരമായിരുന്നല്ലേ ഇത്. അപ്പോൾ ഇനിയുള്ള കല്യാണത്തിൻ്റെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇതേമാതിരി ഒരു കൊട്ടയിൽ ആവശ്യത്തിന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് പീസാക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് എല്ലാവർക്കും ചൂടി നല്ല സുന്ദരികളായിട്ട് പോവാം അല്ലേ. അപ്പോൾ എല്ലാവരും ഇനി കല്യാണത്തിന് വരുമ്പോൾ അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാലക്കാട്ടേക്ക് വിട്ടു കേട്ടോ. നമുക്ക് എളുപ്പം തൃശ്ശൂരാണെന്നുണ്ടെങ്കിലും നമ്മൾ ചുറ്റി വളഞ്ഞാണ് പറയണത്. അപ്പം ഞങ്ങൾ നേരെ പാലക്കാട്ടേക്ക് വിട്ടു. പാലക്കാട് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കാരണം നേരെ പാലക്കാട്ടേക്ക് പോയി. അവിടെ പിള്ളേരൊക്കെ അവിടെ തിമിർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ദനയും കുട്ടനുമാണ് പിള്ളേരെ നോക്കിയിരുന്നത്. അപ്പോൾ എല്ലാ പിള്ളേരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തിന് എന്താ കിട്ടണേ? ഓ റെഡ്. ബിരിയാണി എത്തിയിട്ടുണ്ട്. അപ്പൊ ബിരിയാണി ഒക്കെ എല്ലാരും കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റീൽസ് എടുക്കലൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങൾ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുകയാണ്. മര്യാദക്കാരാണ് ഇവര്, മര്യാദരാമന്മാർ. ഞങ്ങളെല്ലാരും കൂടിയും ഫാം ഹൗസില് കുളത്തില് പോവാണ്. കുളിക്കണമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസപ്ഷനും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുളിക്കണമൊന്നുമില്ല. പോവാൻ പോണ്. ഒരു കാറ് പോയിട്ടുണ്ട്. ഇനി അടുത്ത കാറിൽ ഞങ്ങൾ പോവാണ്. ഇതൊരു വലിയ കോളാണ്, പ്രൈവറ്റ് പൂളല്ലാന്ന്. ഇത് പബ്ലിക് ആയ കാരണവും കോളവും അടുത്ത് പാടും. നമ്മളിപ്പോ എവിടെ എത്തി? ഇപ്പൊ നമുക്ക് പോണ്ടതല്ലേ വേഗം. നനക്കണ്ട. എന്റെ ചേട്ടൻ
അച്ചങ്കാര പിടിച്ചു. അയ്യോ ഇപ്പഴാണ് ഓർമ്മ എന്റെ പൊന്നു ചേട്ടൻ ചാടണ്ട കുട്ടാ, ചാടണ്ട, ചാട്. 1 അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടിലെത്തിയിട്ട് പയ്യൻ്റെ വീട്ടിലായിരുന്നു സദ്യ ഉണ്ടായിരുന്നത്. ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയില്ല. ഞങ്ങളിതേ ബിരിയാണിയൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. കുറേ റീൽസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിതേ തൊട്ടടുത്ത് നമ്മുടെ ഫാം ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാം ഹൗസിൽ വലിയ കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കുളത്തിലേക്ക് പോയി. അപ്പോൾ കുളത്തിൽ കുറേ നേരമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് റിസപ്ഷന് പോകണം. അതുകൊണ്ട് ഞങ്ങളൊന്നും കുളത്തിൽ അങ്ങനെ ഇറങ്ങിയിരുന്നില്ല. അതേ കുട്ടൻ അവിടെ കിടന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജാനും ദേ കുറച്ച് വെള്ളത്തിലിറങ്ങി. ബാക്കി ആരും ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് പോകേണ്ട കാരണം ആരും ഇറക്കിയില്ല. അപ്പോൾ ദേ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് വിട്ടു. നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് വിട്ടു കേട്ടോ. അവൾ കുഞ്ഞോ എങ്ങനെയുണ്ടായി കുളത്തിലെ കുളി? പറയാ എങ്ങനെയുണ്ടായി? നീ കുളത്തിൽ ഇറങ്ങിയില്ല? പേടിത്തൊണ്ടിയല്ലേ നീ? ദേ നമ്മുടെ റിസപ്ഷന് പോവാൻ ഞങ്ങളൊക്കെ റെഡിയായി ഇനി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തിട്ടാണ് പോണത്. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല. നമ്മൾ ഒരു ദിവസം അടിച്ച് പൊളിച്ച് നല്ലോണം എൻജോയ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു വീട്ടിൽ നിന്ന് നമ്മൾ ലഗേജൊക്കെ എടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ വിട പറയുകയാണ്. അങ്ങനെ നമ്മുടെ വീടിനോട് വിട പറഞ്ഞതേ നമ്മൾ റിസപ്ഷൻ നടക്കണ ഹോളിലേക്കാണ് പോയത് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ച് നമ്മൾ മോഡിലെത്തിയപ്പോഴേക്കും പ്രമോദും അമ്പിളിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ വന്നപ്പോൾ തന്നെ നമ്മുടെ സ്റ്റേ ചെയ്യണ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അവർ നേരം വൈകി, റിസപ്ഷൻ എത്താൻ നേരം വൈകി എന്ന് പറഞ്ഞ് അവർ നേരത്തെ എത്തി. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവരുടെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രമോദും അമ്പിളിയും ഹനീഷും അനൂപൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് ഫുഡൊക്കെ അടിച്ച് അത് കഴിഞ്ഞ് നേരെ ഫോട്ടോ എടുക്കാനൊക്കെ പോയി. അങ്ങനെ ഫോട്ടോസും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ച് പൊളിച്ച് 2 ദിവസം കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി സ്റ്റേ ഒക്കെ ഏർപ്പാടാക്കിയ കണ്ണൻകുട്ടിക്കും പ്രസാദിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ സീ യു. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റ ബൈ ബൈ സീ യു. ലവ് യു.